വാർത്തകൾ തുടരുന്നു. ചാലക്കുടി പോർട്ട് ആശ്രമ സിഗ്നലിൽ അടിക്കടി ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് BJP മണ്ഡലം കമ്മിറ്റി ആശ്രമം ജംഗ്ഷനിൽ പ്രതിഷേധ ശൃംഖല തീർത്തു. ബുധനാഴ്ചയിലത്തെ ദാരുണമായ വാഹന അപകടത്തിൽ ഒരു ജീവൻ പൊലിഞ്ഞതുൾപ്പെടെ നിരവധി ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചിട്ടുള്ളതും അംഗവൈകല്യങ്ങൾ സംഭവിച്ചിട്ടുമുള്ള അപകടകരമായിട്ടുള്ള മേഖലയിൽ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് BJP ആവശ്യപ്പെട്ടു. പ്രതിഷേധ പരിപാടി സംസ്ഥാന കൌൺസിൽ അംഗം KS സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത് അധ്യക്ഷത വഹിച്ചു. മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ രാജേഷ് പിഷാരിക്കൽ, ഗിരീഷ് കോടശ്ശേരി, KB ഉണ്ണികൃഷ്ണൻ, PT ജോസ്, AK ഓമന എന്നിവർ പ്രസംഗിച്ചു. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ഈ ചാലക്കുടി മണ്ഡലത്തിൽ തന്നെ ഏറ്റവും അപകട ഭീഷണിയുള്ള ഒരു പോയിന്റാണ് ഈ ആശ്രമ സിഗ്നൽ. കാലങ്ങളായിട്ട് ഇപ്പൊ ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അന്ന് തുടങ്ങി ജനങ്ങളുടെ ജീവനെടുക്കുന്ന ഒരു കേന്ദ്രമായിട്ട് ഈ സിഗ്നൽ മാറി. പക്ഷെ ഇതിനേക്കാൾ അപകട ഭീഷണി കുറഞ്ഞിട്ടുള്ള പല മേഖലകളും ഇപ്പൊ പേരാമ്പ്ര ആയാലും ആമ്പല്ലൂര്, ചിറങ്ങരയൊക്കെ ഫ്ലൈ ഓവർ അല്ലെങ്കിൽ അടിപ്പാതയുടെ ഒക്കെ പണി പൂർത്തീകരിക്കാൻ പോകുന്ന സമയത്ത് പോലും ഈ ഏറ്റവും കൂടുതൽ കാലങ്ങളായിട്ട് അപകടങ്ങൾ, മരണങ്ങൾ നടക്കുന്ന ഈ കോട്ടയോട് മാത്രം ഇവിടുത്തെ ജനപ്രതികൾ, ഇപ്പൊ നമുക്കറിയാം ചാലക്കുടി പാലം വരാൻ 7, 8, 10 വർഷം കഴിഞ്ഞ സമയത്ത് അത് പൂർത്തീകരിച്ച സമയത്ത് ആരുടെയൊക്കെ ഭാഗത്തിന് പൂർത്തീകരിച്ച സമയത്ത് ഫ്ലെക്സ് വെക്കാനും ഉദ്ഘാടനം ചെയ്യാനും ഇവിടുത്തെ MLAയും MP മാരും പാർട്ടിക്കാരൊക്കെ ഓടി വന്നു. ഇപ്പൊ നോർമലി കേന്ദ്ര സർക്കാർ ഈ ഭാരതത്തിലെമ്പാടും സിഗ്നൽ സിസ്റ്റങ്ങൾ എടുത്തു കളയാൻ വേണ്ടിയിട്ട് ഫ്ലൈ ഓവറുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇവിടെയും അനുവദിച്ചിട്ടുണ്ട്. അനുവദിച്ച സമയത്ത് ആ അനുവദിച്ചത് ആരാണെന്നോ ഏത് ഗവൺമെന്റാണെന്നോ പറയാതെ ഇവിടുത്തെ MP-യുടെ MLAയും എന്തിനു പറയുന്നു ഇവിടുത്തെ കൗൺസിലറുടെ പോലും വലിയ ഫ്ലെക്സുകൾ വെച്ച ആളുകൾ അതിന്റെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നതിനോ അത് എത്രമാത്രമായി അതിന്റെ റിവ്യൂ കാര്യങ്ങൾ ഇവിടുത്തെ ചെയ്യുവാനോ അത്തരത്തിലൊന്നുമില്ല. ഇനി വരിക സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ കേന്ദ്ര സർക്കാർ ഇത് പൂർത്തീകരിച്ചു കഴിയുമ്പോൾ ഉദ്ഘാടനം നടത്താൻ ഇവിടുത്തെ LDF-കാരനും UDF-കാരനും വരും. അതുവരേക്കും ഇവിടുത്തെ സാധാരണക്കാരനായിട്ടുള്ള ജനങ്ങളുടെ ജീവൻ ബലി കൊടുത്തുകൊണ്ട് നമ്മളൊക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് പോകേണ്ട ഒരു അവസ്ഥയാണ്. ഇതിനെതിരെയാണ് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ അനുവദിച്ചിട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കേണ്ട ജനപ്രതിനിധികൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അല്ല എങ്കിൽ ഇവിടെ മരണപ്പെടുന്ന ഓരോ വ്യക്തികളുടെയും അവരുടെ ജീവന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇവിടുത്തെ MLAയും MP-യും ഈ ഫ്ലക്സ് വെച്ച് കൂട്ടുന്ന ആളുകളൊക്കെ അതും കൂടി ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാകും. ചായപ്പൂഴി ഗവൺമെന്റ് UP സ്കൂളിൽ വർണ്ണക്കൂടാരം ഉദ്ഘാടനവും 63ാം സ്കൂൾ വാർഷികവും ആഘോഷിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷനായി. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CV ആന്റണി മുഖ്യ അതിഥിയായി. DPC SSK ഡോക്ടർ NG ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി. പ്രധാനാധ്യാപിക UK ചന്ദ്രൻ, PT പ്രസിഡന്റ് EP സജീഷ്, MPT പ്രസിഡന്റ് സുജ അഭിലാഷ്, സ്കൂൾ ലീഡർ ദേവാമൃത സുമേഷ് എന്നിവർ പ്രസംഗിച്ചു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ PG ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്പ്യൂട്ടർ സയൻസ് എമർജിംഗ് ട്രെൻഡ്സ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജി എന്ന വിഷയത്തിൽ ദേശീയ സെമിനാറും കോൺഫറൻസും സംഘടിപ്പിച്ചു. സെമിനാറിന്റെ ഉദ്ഘാടനം ക്രൈസ്റ്റ് ഡീംസ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലെ സ്കൂൾ ഓഫ് ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജസ്റ്റിൻ ജോയ്, ക്രൈസ്റ്റ് ഡീംസ് യൂണിവേഴ്സിറ്റിയിലെ സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസറായ ഡോക്ടർ ഷിബു K മാണി, ജെയിംസ് ഡീംസ് യൂണിവേഴ്സിറ്റിയിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ആനിമേഷൻ ആൻഡ് വെർച്വൽ റിയാലിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ VM ശരവണൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാടൻ അധ്യക്ഷത വഹിച്ചു. ദേശീയ സഹൃദയ പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ റവറന്റ് സിബിൻ വാഴപ്പള്ളി, സയൻസ് വിഭാഗം ഡീൻ ഡോക്ടർ MV ഷീബ, കമ്പ്യൂട്ടർ സയൻസ് വിഭാഗം മേധാവി M രഞ്ജിത്ത്, അസിസ്റ്റന്റ് പ്രൊഫസർ ജയമോൾ P ജെയിംസ് എന്നിവർ പ്രസംഗിച്ചു. For example, in the fight scenes, how these fight scenes is made in the films, action films. കുറ്റിച്ചിറ ഗവൺമെന്റ് LP സ്കൂളിന്റെ 98ാമത് വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ മാതൃസംഗമവും ശനിയാഴ്ച നടക്കും. ഉച്ചതിരിഞ്ഞ് 4-ന് സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷനാവും. ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷൻ KT ജോർജ്, കോമഡി താരം മുരളി ചാലക്കുടി എന്നിവർ മുഖ്യ അതിഥികളായി പങ്കെടുക്കും. നോർത്ത് ചാലക്കുടി ഊക്കൻ സണ്ണിയുടെ ഭാര്യ അന്നു നിരാതിയായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാടിനെയും വന്യജീവികളെയും മനുഷ്യരാശിയെയും സംരക്ഷിക്കാനുള്ള വിവിധ ശ്രമങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നതെന്ന്
വനം വന്യജീവി വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. പരമാവധി സുരക്ഷിത ഭവനവും ശുദ്ധമായ കുടിവെള്ളവും സമ്പൂർണ്ണ ശുചിത്വവും ലക്ഷ്യമിട്ട് കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് ബജറ്റ്. സംസ്ഥാനത്ത് ആദ്യമായി 65,000 കടന്ന സ്വർണ്ണവില പുതിയ ഉയരം കുറിച്ചു. ദിവസത്തെ ക്ഷയരോഗ പ്രതിരോധ പരിപാടിയിൽ 53 ലക്ഷം പേരെ പരിശോധിച്ചതായും ഇതിൽ 5,000 ക്ഷയരോഗികളെ തിരിച്ചറിഞ്ഞതായും ആരോഗ്യവകുപ്പ് അധികൃതർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.